നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 25, 26, 27 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഈ ദിവസങ്ങളിലെ ഫലങ്ങളുടെ ഈ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജനുവരി 25-ാം തീയതി ഉച്ചയ്ക്ക് 1:35 PM മുതൽ ജനുവരി 27 വൈകിട്ട് 4:44 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം ഈ ദിവസങ്ങളിലെ ഭാഗ്യ നിറങ്ങൾ പറയാം. 25-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 26-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 27-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. ഇനി ഈ ദിവസങ്ങളിലെ ഭാഗ്യ നമ്പറുകൾ പറയാം. 25/1/2026 9 തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 7, 5, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 26/1/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 2, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 27/1/2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 7, 6, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 25, 26, 27 തീയതികളിൽ രാവിലെ 5:18 AM മുതൽ 6:06 AM വരെയാണ് 25, 26, 27 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 25, 26, 27 തീയതികളിൽ ഉച്ചയ്ക്ക് 12:16 PM മുതൽ 1:02 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 25, 26, 27 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 25-ാം തീയതി വൈകിട്ട് 4:57 PM മുതൽ വൈകിട്ട് 6:23 PM വരെയാണ് രാഹുകാലം 25-ാം തീയതി. 26-ാം തീയതി രാവിലെ 8:21 AM മുതൽ 9:47 AM വരെയാണ് 26-ാം തീയതി രാഹുകാലം. 27-ാം തീയതി 3:31 PM മുതൽ വൈകിട്ട് 4:57 PM വരെയാണ് 27-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി നമുക്ക് ഫലങ്ങൾ നോക്കാം. 1, 2, 3, 4, 5, 6 രാശിക്കാർക്ക് ഏകദേശം ഗുണാധിക്യമുണ്ട്. അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതുപോലെ തന്നെ 2 രാശിക്കാർക്ക് ദോഷാധിക്യമുണ്ട്. അതുപോലെ തന്നെ ഒരു രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ബാക്കി 3 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്.
ഓക്കെ, ആദ്യം നമുക്ക് ഈ ദോഷാധിക്യമുള്ള രാശിക്കാരുടെ കാര്യം പറയാം. ആദ്യം നമുക്ക് കർക്കിടകം രാശിയെക്കുറിച്ച് നോക്കാം. പുണർദം അവസാന പാദം പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാര്യം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഏകദേശം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ചന്ദ്രൻ ഗുണങ്ങൾ നൽകുന്ന രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ എങ്കിലും പൊതുവെ ഇവർക്ക് അനുകൂലമായിട്ട് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ 3 ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അതുപോലെ വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി നോക്കാം. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ അനുകൂലമാണെങ്കിലും ഇവർക്ക് ഈ പ്രധാനപ്പെട്ട വലിയ പ്രാധാന്യമുള്ള ഗ്രഹങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ധനപരമൊക്കെ ഉണ്ടാവുമെങ്കിൽ അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾക്കൊക്കെ ഒരു പൊലിമ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബന്ധങ്ങളൊക്കെ അനുകൂലമായിട്ട് മാറുമെങ്കിലും അതിനുമൊക്കെ എല്ലാത്തിനും ഒരു പരിധി, ധനപരനുമൊക്കെ ഒരു പരിധി ഉണ്ടായിരിക്കും. കുംഭം രാശിക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല, അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി നോക്കാം. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. എങ്കിലും എല്ലാത്തിനും ഒരു തടസ്സമൊക്കെ പൊതുവെ അനുഭവപ്പെടാം. മകരം രാശിക്ക് അത്ര ഗുണകരമായ ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളുള്ള രാശിക്കാരെ കുറിച്ച് പറയാം. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഒക്കെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള വിജയം ഈ മകരമാസം മുഴുവൻ ഉണ്ടാവും. അതുപോലെ തന്നെ
ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും, പിതൃസ്വത്ത് ലഭിക്കാം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവാം. അതുപോലെ തന്നെ വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വാഹന ലാഭം, തീർത്ഥയാത്രകൾക്ക് വഴിയൊരുങ്ങിയേക്കാം. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ഇവർ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവനെ, അയ്യപ്പനെ, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നി രാശി നോക്കാം. ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി, ചന്ദ്രൻ ഇവ പ്രതികൂലമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ അത്ര ഗുണകരമായിട്ടുള്ള ദിവസമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ധനപരമൊക്കെ ഉണ്ടാവും. എങ്കിലും അതിന് ഒരു പൊലിമ ഉണ്ടാവില്ല. പൊതുവെ കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി വൃശ്ചികം രാശി നോക്കാം. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും സൂര്യനും ചൊവ്വയൊക്കെ, ശുക്രനും ചന്ദ്രനുമൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കുകയും ആ ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാവുകയും ചെയ്യും. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ വാഹന ലാഭം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാവും. വ്യാഴം ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാട് നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഗുണാധിക്യമുള്ള 6 രാശിക്കാർ ബാക്കിയുണ്ട്. അവരെക്കുറിച്ച് പറയാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും 7 ശനിയുടെ തുടക്കമാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി സംബന്ധമായിട്ട്, അതായത് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. തൊഴിൽ ലാഭം, സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. ഇവർ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, തീർത്ഥയാത്രകൾക്ക് സാധ്യത കാണുന്നു. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നതെങ്കിലും
ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി നമുക്ക് തുലാം രാശി നോക്കാം. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണെങ്കിലും വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടുപറ്റാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്. ഭൗതിക സുഖങ്ങൾ. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. തൊഴിൽപരമായിട്ട് നേട്ടം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, ഇവയൊക്കെ തൊഴിൽ ലാഭം ഇവർക്ക് അനുഭവപ്പെടും. പൊതുവെ മീനം രാശിക്ക് ഗുണാധിക്യമാണെങ്കിലും ശനി ജന്മശനിയായിട്ട് തുടരുന്നു. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പൊതുവെ മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.